അത്യുന്നതനായ ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 28ാമത്തെ ക്ലാസ്സാണ് തുടർന്ന് നടക്കുവാൻ പോകുന്നത്. ഇന്ന് വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. 12ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 19ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തുടർന്നുള്ള നമ്മുടെ പഠനത്തിന് സഹായകരമായിരിക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഭൂതം, വർത്തമാനം, ഭാവി, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നീ 3 കാലത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 1:19 പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കുവാനിരിക്കുന്നതും. നീ കണ്ടതും എന്ന് യോഹന്നാനോട് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് ലഭിക്കുന്നതിന് മുന്നമേ സംഭവിച്ചിട്ടുള്ളതും യോഹന്നാൻ കണ്ടിട്ടുള്ളതുമായ കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ്. ഇപ്പോൾ ഉള്ളതും എന്ന് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് ലഭിച്ച സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്നത് യോഹന്നാന് വെളിപ്പാട് ലഭിച്ചതിന് ശേഷം സംഭവിക്കാനിരിക്കുന്നതുമായ സകല കാര്യങ്ങളോടുമുള്ള ബന്ധത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ മറക്കാതെ നമ്മുടെ ഓർമ്മയിലിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പൊരുൾ മനസ്സിലാക്കുന്നതിന് വളരെ സഹായകരമായിരിക്കും. വെളിപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. സ്വർഗത്തിൽ വലിയൊരടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. സൂര്യനെ അണിഞ്ഞും കാൽക്കീഴിൽ ചന്ദ്രനും തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവുമുള്ള സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയെയാണ്. ഈ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കുവാനായിട്ട് ചില വേദഭാഗങ്ങൾ കൂടി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു. അവൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചവനോട്, നീ കണ്ട ഈ സ്വപ്നം എന്ത്? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. ജോസഫ് കണ്ട സ്വപ്നം തൻ്റെ അപ്പനായ യാക്കോബിനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ യാക്കോബ് യോസഫിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്നാണ്. യാക്കോബിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും അടങ്ങിയ സമൂഹമാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-29 വചനങ്ങളിൽ പുറമേ യഹൂദനായവൻ ദൈവമുമ്പാകെ യഹൂദനല്ല എന്നും അകമേ യഹൂദനായവനാണ് ദൈവമുമ്പാകെ യഹൂദനെന്നും എഴുതിയിരിക്കുന്നു. കൂടാതെ റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 6, 7, 8 എന്നീ വചനങ്ങളിൽ ഇസ്രായേലിൽ ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേല്യർ അല്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാവരും ദൈവമുമ്പാകെ യഹൂദന്മാരോ ഇസ്രായേല്യരോ ആയിരുന്നില്ല. അകമേ യഹൂദന്മാരായവർ മാത്രമായിരുന്നു ദൈവമുമ്പാകെ ഇസ്രായേല്യർ. അകമേ യഹൂദന്മാരായ ഇസ്രായേല്യരെ ശേഷിപ്പെന്നാണ് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ലും റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയും യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 21, 22 ഈ വേദഭാഗങ്ങളിലെല്ലാം ശേഷിപ്പിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ സമൂഹത്തിൻ്റെ മധ്യത്തിലുള്ള ശേഷിപ്പ് വീണാം ദൈവത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ
21, 22 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ആ വേദഭാഗം ഞാനൊന്ന് വായിക്കാം. ഒരു ശേഷിപ്പ് മടങ്ങിവരും. ശേയാർ യാശൂബ്, യാക്കോബിൻ്റെ ശേഷിപ്പ് വീർനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങിവരും. ഇസ്രായേലേ, നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിൽ ഒരു ശേഷിപ്പ് മാത്രം മടങ്ങിവരും. നീതിയെ പ്രവഹിക്കുന്നതായ ഒരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ സമൂഹത്തിൻ്റെ മധ്യത്തിലുള്ള ശേഷിപ്പ് വീർനാം ദൈവത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് യെശയ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 21, 22 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. വീർനാം ദൈവം ക്രിസ്തുവാണെന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിലും പറഞ്ഞിരിക്കുന്നു. വീരനാം ദൈവമായ ക്രിസ്തു ഇസ്രായേലിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടത് മുതൽ അവരുടെ ഇടയിൽ നിന്നുള്ള ശേഷിപ്പ് ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ തുടങ്ങി. പെന്തക്കോസ്ത് നാൾ വരെയും ക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന ശേഷിപ്പായ ഇസ്രായേലിൻ്റെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു. അങ്ങനെ പെന്തക്കോസ്ത് നാളിലുണ്ടായ പരിശുദ്ധാത്മ സ്നാനത്താൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ സഭയുടെ രൂപീകരണം നടന്നു. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവം തൻ്റെ സഭയെ ലോകസ്ഥാപനത്തിന് മുന്നമേ തിരഞ്ഞെടുത്ത് ക്രിസ്തുവിൽ മുൻ നിയമിച്ചതായിട്ട് എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനത്തിൽ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നറിഞ്ഞവർ എന്ന് പറയുന്നതും തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനാണ് എന്ന് മത്തായി 1:21 എഴുതിയിരിക്കുന്നു. തൻ്റെ ജനം എന്നത് ദൈവം ലോകസ്ഥാപനത്തിന് മുന്നമേ തിരഞ്ഞെടുത്ത് ക്രിസ്തുവിൽ മുൻ നിയമിച്ച തൻ്റെ സഭയാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചു, സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25, 26 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതായിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ലും എഴുതിയിരിക്കുന്നു. ദൈവം തൻ്റെ സഭയെയും ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു എന്ന് എഫെസ്യർ 2:7 വചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് ദൈവം തൻ്റെ സഭയ്ക്ക് ക്രിസ്തുവിനോട് കൂടെ നൽകിയിരിക്കുന്ന സ്പിരിച്വൽ പൊസിഷനാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിലായിരുന്ന സഭയെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് തേജസ്സിൽ ഇരുത്തിയിരിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത് ക്രിസ്തുവിൽ മുൻ നിയമിച്ചിട്ടുള്ളവരെയാണ് സുവിശേഷത്താൽ വിളിച്ചു വേർതിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനത്തിൽ മുൻ നിയമിച്ചവരെ വിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 13, 14 വചനങ്ങളിലും തിരഞ്ഞെടുത്തവരെ സുവിശേഷത്താൽ വിളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 8, 9 വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. ഈ വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സന്തോഷിക്കുവാനും ദൈവത്തെ അധികം മഹത്വപ്പെടുത്തുവാനും ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ദൈവത്തിൻ്റെ ഇസ്രായേൽ എന്ന് ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ലും നാമല്ലോ പരിച്ഛേദനക്കാർ എന്ന് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ലും പറഞ്ഞിരിക്കുന്നത് സഭയെക്കുറിച്ചാണ്. സഭയാണ് ദൈവത്തിൻ്റെ ഇസ്രായേൽ. സൂര്യനെ അണിഞ്ഞും കാൽക്കീഴിൽ ചന്ദ്രനും
തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവുമുള്ള സ്ത്രീ ദൈവത്തിൻ്റെ ഇസ്രായേലായ സഭയാണ്. സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടെ തേജസ്സിലെത്തിയിരിക്കുന്ന സഭയെ കണ്ട യോഹന്നാന് പിന്നീടുണ്ടായത് സഭയുടെ കഴിഞ്ഞ കാലത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ദർശനമാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് 12:2. അവൾ ഗർഭിണിയായി നോവുകെട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അവൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന ശേഷിപ്പിനാണ്. ആ ശേഷിപ്പിനെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചില വചനങ്ങൾ കൂടി വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 49-50 വാക്യങ്ങൾ. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 33, 34, 35 വാക്യങ്ങൾ. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ സമൂഹത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന ശേഷിപ്പിനെയാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരുമെന്ന് കർത്താവ് പറഞ്ഞത്. വെളിപ്പാട് 12:2 അവൾ ഗർഭിണിയായി നോവുകെട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വെളിപ്പെടുന്നതിന് മുന്നമേ ഇസ്രായേൽ സമൂഹത്തിലുണ്ടായിരുന്ന ശേഷിപ്പ് അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളെ കാണിക്കുന്നതിനാണ്. പ്രത്യേകിച്ച് ഇസ്രായേലും യഹൂദയും പ്രവാസത്തിലേക്ക് പോയ കാലം മുതൽ ശേഷിപ്പ് വളരെ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വെളിപ്പാട് 12:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഈ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഹവ്വായെ വഞ്ചിച്ചതും അന്നു മുതൽ ഇന്നുവരെയും ഭൂലോകത്തെ മുഴുവനും വഞ്ചിച്ചും കൊണ്ടിരിക്കുന്നതുമായ പഴയ പാമ്പായ മഹാസർപ്പത്തെക്കുറിച്ചാണ്. അവനെക്കുറിച്ച് തന്നെയാണ് പിശാചും സാത്താനുമെന്ന് വെളിപ്പാട് 12:9 എഴുതിയിരിക്കുന്നത്. സാത്താനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 5, 6 വാക്യങ്ങൾ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു കൊടുത്തു. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കലേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. ഈ അധികാരമൊക്കെയും അവൻ നേടിയെടുത്തത് വഞ്ചനയിലൂടെയാണ്. അവൻ്റെ 7 തലയും 10 കൊമ്പും തലയിലെ 7 രാജമുടിയും സൂചിപ്പിക്കുന്നത് അവൻ വഞ്ചനയിലൂടെ നേടിയെടുത്ത രാജത്വത്തിലുള്ള അവൻ്റെ സർവാധികാരത്തെയും ശക്തിയെയും ആധിപത്യത്തെയുമാണ്. വെളിപ്പാട് 12:4 ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്
ദൈവത്തിൻ്റെ ജനമായ ശേഷിപ്പിനാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത സ്ത്രീയുടെ സന്തതി ശേഷിപ്പിലൂടെ ഭൂമിയിൽ വെളിപ്പെടുമെന്നും സ്ത്രീയുടെ സന്തതി അവൻ്റെ തല തകർക്കുമെന്നും സാത്താന് നന്നായിട്ട് അറിയാമായിരുന്നു. വാഗ്ദത്ത സന്തതി ഭൂമിയിൽ വെളിപ്പെടാതിരിക്കാനായിട്ട് സാത്താൻ ആകാശത്തിലെ നക്ഷത്രങ്ങളായ ശേഷിപ്പിനെ നശിപ്പിക്കുകയും പാപത്തിൻ്റെ പാതയിലേക്ക് തള്ളിയിട്ട് കൊണ്ടിരുന്നതായിട്ടും ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ദൈവത്തിൻ്റെ ശേഷിപ്പായ ഹാബേലിനെ കൊല്ലുവാനായിട്ട് കയീൻ്റെ ഹൃദയത്തിൽ ശത്രുത ഉളവാക്കിയത് സാത്താനാണ്. ഭക്തന്മാരിൽ അനേകരെ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടതിൻ്റെ പിന്നിൽ സാത്താൻ്റെ കരങ്ങളായിരുന്നു. കൂടാതെ ഇസ്രായേലും യഹൂദയും പ്രവാസത്തിലേക്ക് പോകുവാനായിട്ട് കെണിയൊരുക്കിയത് സാത്താനാണ്. ഇസ്രായേലും യഹൂദയും ചെയ്ത പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് ദൈവം അവരെ രാജ്യമായിരിക്കാതെ തൻ്റെ സന്നയിൽ നിന്നും തള്ളിക്കളഞ്ഞു. അങ്ങനെ അവർ സ്വദേശം വിട്ട് പ്രവാസികളായി പോകേണ്ടതായിട്ട് വന്നു. പ്രവാസത്തിലേക്ക് പോയവരുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ ജനമായ ശേഷിപ്പും ഉണ്ടായിരുന്നു. ദൈവം പ്രവാസകാലത്തും തൻ്റെ ജനമായ ശേഷിപ്പിനെ കൈവിടാതെ സൂക്ഷിക്കുകയും അവരിലൂടെ മഹത്തായ കാര്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്തതായിട്ട് തിരുവെഴുത്തുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജനങ്ങളിന്മേൽ വീണിരുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. മൊർദെഖായിലൂടെ ദൈവം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അനേകം ജാതികൾ യഹൂദന്മാരായി തീരുവാനിടയായി. അത് യഹൂദനെയും ജാതിയെയും തമ്മിൽ നിരപ്പിപ്പാൻ കാരണമായി തീർന്നു. കൂടാതെ ദാനിയേൽ മുതലായ ഭക്തന്മാർ മുഖാന്തരം രാജാക്കന്മാരും ജനങ്ങളും ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് അറിയുവാനും ദൈവത്തിൻ്റെ മുമ്പാകെ ഭയപ്പെടുവാനും ഇടയായിത്തീർന്നതായിട്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യഹൂദന്മാരുടെ സിനഗോഗുകൾ ഉണ്ടാകുവാനും അതിലൂടെ ജാതികൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിച്ചം ലഭിക്കുവാനും ഇടയായിത്തീർന്നിട്ടുണ്ട്. ഇനി വെളിപ്പാട് 12-ന്റെ 4-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയായ ക്രിസ്തു ഭൂമിയിൽ വെളിപ്പെടാതിരിക്കുവാനായിട്ട് സാത്താൻ വളരെ ദ്രോഹം ദൈവത്തിൻ്റെ ജനമായ ശേഷിപ്പിനോട് ചെയ്തതായിട്ട് തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ നമുക്കിടയായി. അതുകൂടാതെ ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ശേഷവും ശിശുവിനെ നശിപ്പിക്കുവാനായിട്ട് സാത്താൻ ചെയ്ത പ്രവൃത്തികളാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 4-ന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം: അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്നെടുക്കപ്പെട്ടു. വെളിപ്പാട് 12-ന്റെ 2-ലും 5-ലും അവൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അകമേ യഹൂദന്മാരായ ശേഷിപ്പിനാണ്. അവരാണ് ദൈവമുമ്പാകെ ഇസ്രായേല്യർ. അവരിൽ നിന്നുമാണ് ക്രിസ്തു ഉത്ഭവിച്ചത്. റോമർക്കെഴുതിയ ലേഖനം
9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:7 അവൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ ശേഷിപ്പായ എലക്റ്റിനെ ഉദ്ദേശിച്ചാണ്. അവരിലൂടെയാണ് ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടത്. വെളിപ്പാട് 12:5 അവസാന ഭാഗത്ത് കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. ഈ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം: സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. ഈ വചനത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ക്രിസ്തു ഇസ്രായേലിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടത് മുതൽ പെന്തക്കോസ്ത് നാൾ വരെയും വീരനാം ദൈവമായ ക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന ശേഷിപ്പാണ് പരിശുദ്ധാത്മ സ്നാനത്താൽ ദൈവത്തിൻ്റെ സഭയായി വെളിപ്പെട്ടത്. പെന്തക്കോസ്ത് നാൾ മുതൽ അവിശ്വാസികളായ യഹൂദന്മാരിൽ നിന്നും ദൈവത്തിൻ്റെ സഭ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളുടെ ഒരു വലിയ നിര തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നതാണ്. കഷ്ടതകളോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനം വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം: വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ന്യായപ്രമാണപ്രകാരമുള്ള വിധി അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ നടക്കുമെന്നും അതേ തുടർന്ന് ദൈവരാജ്യം ശക്തിയോടെ വരുമെന്നും ആ കാലത്തുണ്ടായിരുന്ന ദൈവമക്കൾക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു. കൂടാതെ യെരുശലേമിൻ്റെ നാശത്തിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ജനം വളരെ കഷ്ടത അനുഭവിക്കേണ്ടി വരുമെന്നും ആ കാലത്ത് അവർ എന്ത് ചെയ്യണമെന്നുള്ള മുന്നറിയിപ്പും കർത്താവ് അവർക്ക് നൽകിയിരുന്നു. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ: സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ. നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലം ആകുന്നു. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ജനത്തോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 40, 41, 42 വാക്യങ്ങൾ: നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. മറ്റൊരു വേദഭാഗം വായിക്കാം. ന്യായപ്രമാണത്തിലൂടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിച്ചം ലഭിച്ചവരും കർത്താവിൻ്റെ ദാസന്മാരോട് അനുകമ്പ കാണിച്ചവരുമായ ഭക്തന്മാരോട് എബ്രായ ലേഖനം എഴുതിയ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതായ ചില വചനങ്ങൾ എബ്രായ ലേഖനത്തിൽ കാണുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ:
എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ഈ ഭക്തന്മാർ അവരുടെ പ്രവൃത്തിയിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും വർദ്ധിച്ചു വന്ന് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരേണ്ടതിന് കർത്താവിൻ്റെ ദാസൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. യെരുശലേമിൻ്റെ നാശത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് യെരുശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ഓടിപ്പോയ കർത്താവിൻ്റെ ജനത്തെ, അതായത് സഭയെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം പാർപ്പിടമൊരുക്കിയത് ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ഭക്തന്മാരുടെ ഭവനങ്ങളിൽ തന്നെയായിരുന്നു. ആ ഭക്തന്മാർ സന്തോഷത്തോടെ കർത്താവിൻ്റെ ജനമായ സഭയെ സ്വീകരിച്ചു. ന്യായപ്രമാണപ്രകാരമുള്ള വിധിയുടെ നാളിൽ പ്രതിഫലം നൽകിയ സമയത്ത് ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ഭക്തന്മാരെ കർത്താവ് മാനിക്കുകയും ചെയ്തു. ന്യായപ്രമാണപ്രകാരമുള്ള വിധിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലുമാണ്. കർത്താവിനെ മാനിച്ച ജനത്തെ കർത്താവ് മാനിച്ചതായിട്ട് ഈ വേദഭാഗങ്ങളിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. കർത്താവ് ഇപ്രകാരം പറഞ്ഞല്ലോ: നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യൻ എന്ന് വെച്ച് ഈ ശിഷ്യന്മാരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ഭക്തന്മാർ കർത്താവിൻ്റെ ജനത്തെ അവരുടെ കഷ്ടതയിൽ കരുതി. ദൈവം അതിന് പ്രതിഫലമായിട്ട് അവരെ മാനിച്ചു. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ഭക്തന്മാർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചതായിട്ടാണ് മത്തായി 25-ൽ കാണുന്നത്. ആവർത്തന പുസ്തകത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം: നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുമ്പാകെ ഈ സകല വചനങ്ങളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ഭക്തന്മാരെ കർത്താവ് മാനിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്കടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.